ഹലോ ഗൈസ്, അപ്പോൾ കാസർഗോഡ് മച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു നമ്മുടെ നാട്ടിൽ എന്താക്കി വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലൈമറ്റ് എന്തായാലും നല്ല ഇന്നും മഴയൊന്നും ഇല്ല കേട്ടാ. വെയിൽ അതിൻ്റെ ഇടയ്ക്ക് കൂക്കലാണ്. കുറച്ച് വെയിൽ വരും, കുറച്ച് മൂടൽ വരും. അപ്പോൾ അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും കുളത്തിൽ നമുക്ക് കുളിക്കാൻ പോകുന്നതാണ്. നമ്മുടെ നാട്ടിലെല്ലാം കുളമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ വന്നിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ആൾക്കാരായതുകൊണ്ട് നമ്മൾ കുളിക്കാനൊന്നും പോയിട്ടില്ല. അപ്പോൾ നമ്മൾ മൂന്നാളും ഒരുത്ത മുമ്പിലുണ്ട്. അപ്പോൾ നമുക്ക് അവനെ കാണിക്കാൻ കഴിയില്ല. അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ കുളത്തിലെത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ കുളം. ചെറിയൊരു കുളമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലൈമറ്റ് എന്തായാലും നല്ല അടിപൊളിയാണ് കേട്ടോ. ഇന്ന് നല്ല വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കെന്തായാലും നമുക്ക് എടുത്തുള്ളൂ. അപ്പോൾ നമ്മുടെ അനിയന്മാരെല്ലാം അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും നമ്മുടെ ഈ കുളത്തിൽ തുള്ളാം ഗൈസ്. ഈ മഴക്കാലമായി കഴിയുമ്പോൾ ഇവിടെ കാണുന്ന സംഭവമാണ് കേട്ടോ. ഈ പുതു കണ്ടോ? പുതുവായി ഗോകുലിനെ പണ്ട് പേടിപ്പിക്കലീനെ കൊണ്ട് അവർക്ക് അടിയിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ. അവിടെ അടുത്ത തുള്ളേട്ടാ. എല്ലാവരും ഉണ്ട്. ഒരു ഹായാക്ക്. എല്ലാവരും ഹായ് ഉണ്ട്. അയ്യോ അപ്പോൾ കുറേ നാളെ തുള്ളതുകൊണ്ട് ഇല്ല, കുറേ നാൾ വെള്ളത്തിൽ തുള്ളതുകൊണ്ട് ഭയങ്കരമായിട്ട് കതക്കുന്നുണ്ട്. എൻ്റെ നെഞ്ച് ഇത് ഇവിടുന്ന് ഇടിക്കുന്നതാണെന്ന്, എൻ്റെ നെഞ്ച് തുള്ളുന്നത് ഇവിടുന്ന് കാണുന്നു. അത്രയും കുറേ നാളായുള്ളൂ നമ്മൾ വെള്ളത്തിലേക്ക് തുള്ളിച്ച്. അപ്പോൾ എന്തായാലും ശ്വാസകോശം ടെസ്റ്റ് ചെയ്ത് നോക്കാം. ശ്വാസകോശം ടെസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് ഇവിടുന്ന്. അപ്പോൾ ഇവിടെ വലിയ നമുക്ക് ഇവിടെ നിൽക്കാൻ കഴിയോട്ടാ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നിട്ട് എത്രത്തോളം അതന്നെ ഇവിടെ നിന്നെങ്കിൽ ഇവിടെ ഓരോരു പടിയാണ് കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ ഓരോരു പടി 1 2 3 4 ഇങ്ങനെ ഓരോരു പടിയായിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ നനങ്ങി കളിക്കുമ്പോൾ ഇവിടെ കണക്കാവും. ഇതുണ്ടോ? നമുക്ക് എന്തായാലും നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. എത്രത്തോളം നമ്മൾ അതിൻ്റെ അടിയിൽ നിൽക്കുന്നു. ഓക്കെ, വാ ശ്വാസകോശം നോക്കല്ലേ. വാ, ഞാനുണ്ട്. മൂക്കിൽ വെള്ളം കയറിപ്പോ. അപ്പൊ ഇവിടെ ഇല്ലേ ഓരോരു പടിയായിട്ടാണ് കേട്ടോ ഇടയില്. അപ്പൊ ഒന്നാമത്തെ ഫസ്റ്റ് സെക്കൻഡ് ഇത്രയും വെള്ളം. ഇതെവിടെ എൻ്റെ എത്ര കളിച്ചിട്ട് അടുത്ത വെള്ളം കിട്ടി. അപ്പൊ രണ്ടാമത്തെ പടിയാണ് കേട്ടോ. രണ്ടാമത്തെ പടിയിൽ ഇത്രയും വെള്ളമുണ്ട്. മൂന്നാമത്തെ പടി എൻ്റെ മുക്കും. നാല് പോണ്ട എന്തായാലും മുങ്ങും. മൂന്നാമത്തെ പടിയിൽ എന്നെ മുക്കി. നമുക്ക് ശ്വാസകോശം ടെസ്റ്റ് ചെയ്ത് നോക്കാം. അടി എണ്ണിക്കോ. 1 2 3 4 5 6 7 8 ശ്വാസം കിട്ടില്ല. 3 4 5 6 7 8 9 10. അനക്ക് ശ്വാസം കിട്ടും എണ്ണീറ്റ്. എന്നെ കൊണ്ട് പറ്റുന്നില്ലപ്പാ. എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ കാണിച്ചാ എന്നെ കൊണ്ട് പറ്റുന്നില്ല. എൻ്റെ ശ്വാസകോശം വീക്കാൻ തോന്നുന്നു. ശ്വാസകോശം വീക്ക്. കുറേ സമയം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എന്താ അവനെ കാണിക്കാൻ പറയുന്ന. അവനെ കാണിച്ചു കൊടുക്കാം. ഫസ്റ്റ് ഞാൻ ഈ കുളത്തിൽ നീന്തുമ്പോഴല്ലേ, ഞാൻ നീന്തുമ്പോൾ ഈട് കണ്ട ഈ ഒരു കോർണർ കണ്ട. ഈ കോർണറിൽ അങ്ങോട്ടും നീന്തി പഠിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഫസ്റ്റാക്കിയത്. അതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ടൊരു സ്ഥലമുണ്ട്, അവിടെ നിന്ന് നീന്തി പഠിച്ചിട്ടാണ് നമ്മൾ ആദ്യമാക്കിയത്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് മുങ്ങിപ്പോയി. ഞാനെന്താക്കി ഇവിടുന്ന് അങ്ങോട്ട് നീന്തി അവിടെ എത്തി. അവിടെ നിന്ന് ഞാനെന്താക്കി വെള്ളത്തിൽ മുങ്ങിപ്പോയി.
വെള്ളം കുടിച്ച് ആടെ പിടിക്കാൻ കഴിയില്ല. നമുക്ക് പിടിക്കാൻ കഴിയും, അറിയുന്നവരൊക്കെ നമുക്ക് അങ്ങനെ പിടിക്കാൻ കഴിയും. പക്ഷേ ഞാൻ തന്നെ ആദ്യം പോയിട്ട് അവിടെ വെള്ളത്തിൽ അങ്ങ് മുങ്ങിപ്പോയിട്ട് കടന്ന് എങ്ങനെയോ അവിടുത്തെ ആ ഒരു മരത്തിന് പിടിച്ചിട്ടാണ് നമ്മൾ കയറി കേട്ടാ. അങ്ങനെ നേരെ ഇവിടുന്ന് നേരെ പിന്നെ അങ്ങോട്ട് പോയി അങ്ങനെ എങ്ങനെ നീന്തി പഠിച്ചിട്ടാണ് അങ്ങോട്ട് ഇവിടെ നീന്തിയത്. ഫസ്റ്റ് നമ്മൾ നീന്താൻ പഠിച്ച ഈ കുളത്തിലൊന്നുമല്ല, നമുക്ക് കാണിച്ചു തരാം. കാണിച്ചു തരാം. ഇത് കാണുന്നുണ്ടോ അവിടെ കുറച്ച് ഇത് ഈ എൻ്റെ കൈ കാണുന്നത്, അവിടേക്കാണ് നമ്മൾ നീന്തി പഠിച്ച് ഫസ്റ്റ് നമ്മൾ നീന്തി പഠിച്ചതെന്ന് വെച്ചാൽ അവിടെ നിന്നാണ് നമ്മൾ നേരെ ഈ കാണുന്ന വിശാലമായ കുളത്തിൽ നീന്തി പഠിക്കാൻ. അപ്പോൾ നീന്തി തിമർത്തിട്ട് നമുക്ക് എന്തായാലും കയറാം. അധികം കഴിയുന്നൊന്നുമില്ല, ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് വന്ന് നമ്മളിവിടെ കാണിച്ചൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് സെറ്റാക്കാം. തണുപ്പ് അമീബ ഉണ്ടാവോ? അമീബ ഒഴുകുന്നവെള്ളത്തിലുണ്ടാവില്ലല്ലേ? വെള്ളത്തിൽ പറയാൻ പറ്റത്തില്ല. അമീബയും പാരമീസയും യൂഗ്ലീനൊക്കെ ഉണ്ടാവും. അയ്യോ, നമ്മൾ കുളിച്ചൊക്കെ കഴിഞ്ഞ് നേരെ തിരിച്ച് വീട്ടിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അധികം വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അടക്കം ആൾക്കാർ വന്നുകൊണ്ട് നമ്മൾ ബാക്കി കുറേ വീഡിയോ ഒന്നും നമ്മളെന്താ എടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ കുളിച്ച് കഴിഞ്ഞോ ഇതാ നേരെ തിരിച്ച് വീട്ടിലൊക്കെ പോകുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്, ഈ വെള്ളത്തിലേക്ക് തുള്ളുന്നവരൊന്നും ഈ മഴക്കാലത്ത് എല്ലാവരും സൂക്ഷിച്ചും കണ്ട് വെള്ളത്തിലേക്ക് ഇറങ്ങാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചെറിയ കുളത്തിൽ നീന്തി എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ വലിയൊരു ഒഴുക്കിലെ വെള്ളത്തിൽ പോയി തുള്ളിയെങ്കിൽ നമ്മൾ പടമാകത്തേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എല്ലാവരും മാക്സിമം നിങ്ങൾക്ക് ഇങ്ങനത്തെ കുളത്തിലൊക്കെ നീന്താൻ നിങ്ങളിങ്ങനെ കുളത്തിലൊക്കെ നീന്താൻ അറിയുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വേറെ എവിടെയും പോയിട്ട് ഒഴുക്കിലെ വെള്ളത്തിലോ നമ്മളിപ്പോൾ അതിൻ്റെ അടിയിൽ എങ്ങനെയാണ് എന്താണെന്ന് നമുക്കൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ അത് കണ്ട് നമ്മൾ ഈ കുളത്തിൽ നീന്തുന്ന ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾ അവിടെ പോയി തുള്ളിക്കഴിഞ്ഞെങ്കിൽ നിങ്ങൾ പടമാകും അല്ലെങ്കിൽ കഥമാകും. ഒഴുക്കില്ല വെള്ളത്തിൽ ഉറങ്ങാൻ പാടില്ല. എങ്ങനെ പോയാലും നമ്മൾ നമ്മുടെ സേഫ്റ്റി നോക്കുക. ഇപ്പോൾ നമ്മൾ വീട് നീന്തുന്നാടി നമ്മൾ വേറെ എവിടെയും പോയി പുറത്തൊന്നും നീന്താൻ നിൽക്കൂല. ഓ അത്രയും വെയിലടിക്കല്ലേ. അപ്പോൾ വെയിലിന് ഭയങ്കര ചൂടേതാ പൊള്ളലേ. അപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായിക്കോ, അല്ലെങ്കിൽ എല്ലാവരും നേരത്തെ പടമായി പോകുക. ഇപ്പം ഞാൻ രാവിലെ തന്നെ നമ്മൾ കുറേ ഒരു വാർത്ത കണ്ട് നമ്മൾ ഇങ്ങനെ മുങ്ങി മരിച്ചെന്നില്ല വാർത്ത ഞാൻ ഇന്ന് രാവിലെ കൂടെ നമ്മൾ കണ്ടതില്ലു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സേഫ്റ്റി നോക്കുക. ഈ മഴക്കാലത്ത് ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങി വെറുതെ പടമാകണ്ട. നീന്താൻ അറിയുമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞതുപോലെ. അപ്പോൾ ഇതുപോലത്തെയുള്ള നല്ല വീഡിയോ എന്ന് പറയാൻ കഴിയില്ല, ഇതുപോലത്തെ വീഡിയോകൾ ഇനിയും ഉണ്ടാകും. അപ്പോൾ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ, അതിന് മുന്നേ ഒരു കാര്യം, വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അതുപോലെ തന്നെ എല്ലാം ഇതാക്കി വെച്ചോ. സബ്സ്ക്രൈബ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒന്നും ആകാമെന്ന് പോകുന്നില്ല. അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കുക. നമുക്ക് അടുത്ത നല്ല വീഡിയോകൾ ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ നമ്മൾ നല്ല പവർ ആയിക്കോളും. ഇപ്പോൾ നിങ്ങളൊന്നും നോക്കണ്ട, എന്നെ അങ്ങോട്ട് ചെയ്ത് വരുമ്പോൾ പവറാകും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ. ഓക്കെ, ടാറ്റ.